വയനാട് നിന്ന് വിശദാംശങ്ങളുമായി സുനിത് സുകുമാരൻ ചേരുകയാണ്. സുനിത്, വിശദാംശങ്ങൾ. കേരളത്തിലെ പോളിംഗ് വളരെ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത്. ഉച്ചവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 11:45 വരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു 30% താഴെയാണ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ബൂത്തുകളിലും ഇതുതന്നെയാണ് ഒരു സ്ഥിതി. കഴിഞ്ഞ തവണത്തെ അപേക്ഷയാണെന്നുണ്ടെങ്കിൽ ഉച്ചയോട് അടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏകദേശം ഒരു 50% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു ഇതിനു മുമ്പ് നടന്ന ഇലക്ഷനിൽ. എന്തായാലും ഇക്കുറി രാവിലെ മുതൽ തന്നെ ഒരു മന്ദഗതിയിലുള്ള ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത് എല്ലാ ബൂത്തുകളിൽ നിന്നും. എന്തായാലും ഉച്ചയോടെ അത് മാറുമെന്നാണ് കണക്കുകൂട്ടുന്നത്. കാരണം വളരെ തീവ്രമായ ഒരു പ്രചരണ പരിപാടിയാണ് മൂന്ന് മുന്നണികളും വയനാട്ടിൽ കാഴ്ചവെച്ചത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ വയനാട്ടിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്താണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ഇന്നുൾപ്പെടെ വിവിധ ബൂത്തുകളിൽ പ്രിയങ്ക ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികളും എല്ലാം തന്നെ ഈ ഒരു ബൂത്തുകളിൽ ഉൾപ്പെടെ സന്ദർശിച്ച് പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ ഏകദേശം 1100-ലധികം പോളിംഗ് ബൂത്തുകളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നത്. വൈകിട്ട് 6 മണി വരെയാണ് വോട്ടിംഗ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചു. എന്നിരുന്നാൽ തന്നെയും ഇതുവരെ ആയിട്ടുള്ള ഒരു പോളിംഗ് ശതമാനം ഏകദേശം 27-30%. ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഏകദേശം 30% മാത്രമാണ് ഇപ്പോൾ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്ന ഒരു പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് നേതാക്കളും എല്ലാം തന്നെ. ഷാൽമ. ശരി സുനിത്.